बोला जय सीताराम। जय सिया राम, जय सिया राम। എൻ്റെ അമ്മയുടെ ഭഗവാന്റെ പേരായിപ്പോയി, അതുകൊണ്ട് പിന്നെ തെറി പറയാനും വയ്യ. ആ വകുപ്പിൽ ഓരോ നായിൻ്റെ മക്കൾ ഈ ഭഗവാന്റെ പേരും പറഞ്ഞുകൊണ്ട് കാട്ടിക്കൂട്ടുന്ന ഓരോ കോപ്രായങ്ങൾ കാണണം. ഇതൊക്കെ അംഗീകരിച്ച് കൊടുക്കുന്നൊരു സമൂഹം ഇവിടെ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറാട്ടോ, ഉള്ള കാര്യം പറയാം. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് വേദനിക്കണം. ഭഗവാന്റെ പേരിൽ, ശ്രീരാമൻ്റെ പേരിലാണ് ഈ തെണ്ടിത്തരം കാണിച്ചു വയ്ക്കുന്നത്. മനസ്സിലായോ? ഈ ജയ് ശ്രീറാം എന്ന് വിളിച്ചു കഴിഞ്ഞിട്ട് ഇവർ ചെയ്യണത് എന്താണ്? ഒരു പാവം പിടിച്ച കളവനൊക്കെ ചുരുട്ടി കൂട്ടി അവൻ ജയ് ശ്രീറാം വിളിപ്പിക്കണേ. നായിൻ്റെ മോൻ. ഹേയ്, ഇതിനൊക്കെ എന്ത് ചെയ്യണം എന്നാണ് ഞാൻ പറയല്ല. ഇത് 4 വെട്ടുകൊണ്ടാൽ ശരിയാവും തോന്നുന്നു. എനിക്ക് തോന്നണം അങ്ങനെയാണ്. ഈ ആവശ്യമില്ലാത്തടത്ത് ഹിന്ദുക്കളെന്നെ വെട്ടണം, മുസ്ലിങ്ങളൊന്നും ചെയ്യരുത്. ഇതിനു വേണ്ടി ഹിന്ദുക്കളെന്നെ പോയിട്ട് വെട്ടണം, അപ്പോൾ ശരിയാവും. ഒരു മാന്യത വേണ്ടേ? ദൈവത്തിനെയാണ് ഈ കളങ്കപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഭഗവാൻ ശ്രീരാമനെ കളങ്കപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു എണീറ്റ് പോലും നിൽക്കാൻ കഴിയാത്തൊരു മനുഷ്യനെ ചുരുട്ടി കൂട്ടിയിട്ട് അവൻ ജയ് ശ്രീറാം വിളിക്കുകയാണ്. എന്തവനൊക്കെ ചെയ്യേണ്ടത്? ഇതൊക്കെ ഹിന്ദുധർമ്മത്തെ ഉയർത്തിക്കൊണ്ടുപോകുന്നതാണ് എല്ലാവരും വിചാരിക്കുന്നത്. ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരോട് പറയണം. ഇതൊക്കെ ചില ആൾക്കാർക്ക് കണ്ണിൽ നല്ല കുളിർമ കിട്ടുന്ന കാര്യമാണ്. മുസ്ലിങ്ങളെയാണ് ചെയ്യണത്, അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് എന്താണ് ഭഗവാൻ ശ്രീരാമൻ്റെ പേരിൽ കാണിച്ചു കൂട്ടുന്നത്? ഈ വക കോപ്രായങ്ങൾക്കൊന്നും നിങ്ങൾ ആരും സപ്പോർട്ടൊന്നും കൊടുക്കരുത് കേട്ടോ. തള്ളിപ്പറയുന്നെ വേണം. ഇത് വളരെ മോശപ്പെട്ട പ്രവൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഭഗവാൻ ശ്രീരാമൻ ഇപ്പോൾ വില്ലനാ, അറിയോ? രാവണനാണിപ്പോൾ നായകൻ. കാരണം രാവണൻ്റെ പേര് ആരും ഉപയോഗിക്കുന്നില്ലല്ലോ. ജയ് രാവണൻ എന്ന് പറഞ്ഞിട്ട് ആരും ചെയ്യണില്ലല്ലോ. ശ്രീരാമൻ ഇപ്പോൾ മറ്റുള്ളവരുടെ മുന്നിൽ അല്ലെങ്കിൽ മറ്റു മതക്കാരുടെ മുമ്പിൽ വില്ലനായിട്ട് നിൽക്കുകയാണ് ശ്രീരാമൻ. ഭഗവാൻ വിഷ്ണുവിൻ്റെ ഒരു മഹത്തായ അവതാരമാണ് ശ്രീരാമൻ. ആ ശ്രീരാമനെയാണ് ഈ തന്തയില്ലാ കഴുതയുടെ മക്കൾ ഇങ്ങനെ എന്താ പറയുക മോശമാക്കിക്കൊണ്ടിരിക്കുന്നത്. തെറി പറയാണ് ഭഗവാനെ. ഏത് ഭക്തന് സഹിക്കും അത്? നമ്മൾ ശ്രീരാമനെ കൂട്ടുപിടിക്കേണ്ട നല്ല വിഷയങ്ങൾക്ക്. ഉത്തമ പുരുഷനല്ലേ പുള്ളിക്കാരനെയാണ് ഇപ്പോൾ ഈ കോലത്തിലാക്കി വയ്ക്കുന്നത്. ഹൈന്ദവർക്കുള്ളിലെ വിശ്വാസം നഷ്ടപ്പെടുന്നത്. ഇതിനൊക്കെ എതിർക്കേണ്ടത് ഹൈന്ദവർ തന്നെയാണ്. ഒരു മുസൽമാനാണ് ദ്രോഹിക്കപ്പെടുന്നത് കാണുമ്പോൾ ചിരിച്ചു നിൽക്കേണ്ടവരല്ല നമ്മൾ. മുസ്ലിങ്ങളാരും നമ്മുടെ ശത്രുക്കളോ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ നമ്മുടെ എന്താ പറയുക വെറുക്കപ്പെട്ടവരൊന്നുമല്ല. അവരും നമ്മുടെ സഹോദരന്മാർ തന്നെയാണ്. ഒരു കാലത്ത് ഹിന്ദുക്കൾ തന്നെയാണ്. അവർ മതം മാറി, ഓക്കെ. അതിൽ മതവിരോധികളെ അല്ലെങ്കിൽ ഹിന്ദുവിനെ എതിർക്കുന്നവരെയോ അല്ലെങ്കിൽ ഹിന്ദു വിശ്വാസത്തെ വെറുക്കുന്നവരൊക്കെ നമുക്ക് എതിർക്കാൻ, ഓക്കെ, അതിനൊക്കെ വകുപ്പുണ്ട്. പക്ഷെ ഒന്നും അറിയാത്ത കുറേ പാവം പിടിച്ച മനുഷ്യന്മാരെ കുനിച്ച് നിർത്തി കൂമ്പിനിടിച്ച് ജയ് ശ്രീറാം വിളിയിടാന്ന് പറയണത് എന്ത് തന്തല്ലാത്തരാണ്. നമ്മളെല്ലാം എതിർക്കണം. നമ്മളെല്ലാ വിഷയത്തിനെ എതിർക്കണം. ഏത് തെറ്റിനെ? അത് ഹിന്ദുവിനെതിരെയുള്ള തെറ്റിനെ എതിർക്കണം, ഹിന്ദുക്കൾക്കുള്ളിൽ നടക്കുന്ന തെറ്റിനെ എതിർക്കണം. ഇതൊന്നും ഒരിക്കലും വെച്ച് ഉറപ്പിക്കാൻ പാടില്ല. ശരിക്കും നരേന്ദ്രമോദി എന്ന് പറയുന്ന ഭരണകർത്താവ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട വിഷയം ഈ ഒരു വിഷയമാണ്. അതായത് നരേന്ദ്രമോദി പറയുന്നു അദ്ദേഹം രാമൻ്റെ വലിയ ഭക്തനാണെന്ന് പറയുന്നത്. രാമൻ്റെ വലിയ ഭക്തൻ എങ്ങനെയാണ് രാമൻ എങ്ങനെ എന്താ പറയുക വെറുക്കുന്ന രീതിയിൽ ആളുകൾ കൈകാര്യം ചെയ്യുന്ന സമയത്ത് മിണ്ടാതിരിക്കാൻ പറ്റണം? അതെങ്ങനെ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റണേ? ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ വേദന ഉണ്ടെന്നേ. നാളെ നമ്മുടെ കൂട്ടുകാരന്മാരായിട്ടുള്ള ഒരുത്തനെ പിടിച്ചിട്ട് ജയ് ശ്രീറാം വിളിക്കണമെന്ന് പറഞ്ഞ് ആളുകൾ ചെയ്യുമ്പോൾ അത് നമുക്ക് സഹിക്കുമോ? ഇത് ഏതോ നാട്ടിൽ കിടക്കണില്ലേ എന്ന് പറഞ്ഞിട്ട് നമുക്കങ്ങനെ തള്ളിക്കളയാൻ പറ്റുന്ന കാര്യമൊന്നുമില്ല. കുറേയൊക്കെ ഇവരാളുകൾ വല്ലാണ്ട് അനുഭവിക്കുന്നുണ്ട് ഇവിടെ കേട്ടോ. അത് പോക്കിരികളെയൊന്നുമല്ല, അതായത് തീവ്രവാദികളൊന്നുമല്ല ഇവർ ദ്രോഹിക്കുക. തീവ്രവാദികളെ ദ്രോഹിക്കുകയാണെങ്കിൽ നമുക്കത് കണ്ടു നിൽക്കാം, ഓക്കെ. തീവ്രവാദിയാണ്, അവനത് കിട്ടേണ്ടതാണ്, ഒരു ഇന്ത്യക്കാരൻ ചെയ്യേണ്ടതാണെന്ന് വിചാരിക്കാം. ഈ വടി കുത്തി നടക്കുന്ന ഒന്നിനും പറ്റാത്ത മനുഷ്യനൊക്കെ എന്ത് തീവ്രവാദിയായിട്ടാണ്? അയാൾ എന്തിനാ ശ്രീരാമെന്ന് വിളിപ്പിക്കണേ? അയാൾ എന്തിനാ ശ്രീരാമനെ ജയ് വിളിപ്പിക്കണേ? ഒരു യഥാർത്ഥ ഹിന്ദുവും
ഹൈന്ദവ വിശ്വാസം പേറി നടക്കുന്ന ഒരു യഥാർത്ഥ ഹിന്ദുവിനും സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഇതൊന്നും. ആയുധം എടുക്കൊണ്ടിടത്താണ് ആയുധം എടുക്കേണ്ടത് അല്ലേ? ഒരു യുദ്ധം നടക്കുമ്പോഴാണ് നമ്മൾ ആയുധം എടുക്കേണ്ടത്. അല്ലാതെ വെറുതെ പോണൊരു മനുഷ്യനെ ആവത് പോലില്ലാതെ ഇവനൊരു ആരോഗ്യമുള്ളവൻ്റെ അടുത്ത് പോയിട്ട് ജയ ശ്രീറാം വിളിക്കാൻ പറയും. അടിച്ചാൽ പല്ലിളക്കിയിട്ടുണ്ടാവും എൻ്റെ അല്ലേ? സ്വന്തം കഞ്ഞി പോലും കോരി കുടിക്കാൻ പ്രാപ്തമില്ലാത്ത ഒരാളെ പിടിച്ചിട്ട് ജയ ശ്രീറാം വിളിപ്പിക്കാൻ അവന് ഭയങ്കര ആണത്തുണ്ടാവും. എന്നാൽ നല്ല തണ്ടും തടിയിലൊരു മുസ്ലിമിൻ്റെ അടുത്ത് പോയിട്ട് അവനൊന്ന് ജയ ശ്രീറാം വിളിക്കാൻ പറയട്ടെ. അവൻ്റെ ഉണ്ടാമണി വായക്കൂടെ ചാറും പുറത്തേക്ക്. നമുക്ക് BJP രാഷ്ട്രീയം ഉണ്ടെന്ന് സത്യം തന്നെ. പക്ഷെ അതിൻ്റെ ഉള്ളിലെ തമ്മാടികൾ കാണിക്കുന്ന തമ്മാടിത്തരത്തൊന്നും കൂട്ടിക്കണമെന്നൊന്നും യാതൊരു ഇതുമില്ല നമുക്കൊന്നും. അങ്ങനെ വേണ്ടെന്നേ, അങ്ങനെ നമ്മൾ താല്പര്യപ്പെടുന്നില്ല. ശുദ്ധ തമ്മാടിത്തരം. ഒരാളെങ്കിലും ഇതിനെതിരെ പറയണമെന്നേ. ഈ സംഘപരിവാർ പാളത്തിൽ നിൽക്കുന്ന ഒരാളെങ്കിലും ഇതിനെതിർത്ത് പറഞ്ഞിട്ടില്ല എങ്കിൽ നമ്മൾ പോലും ഈ ചെയ്യുന്ന ദ്രോഹത്തിന് കാരണക്കാരായി മാറും. നോർത്തിൽ നടക്കുന്ന കാര്യമില്ലെന്നും പറഞ്ഞിട്ടൊന്നും കണ്ണടച്ച് മാറിക്കാനൊന്നും പാടില്ല. നമ്മുടെ രാഷ്ട്രീയം നമുക്ക് പറയാൻ പറ്റണമെന്നുണ്ടെങ്കിൽ അഭിമാനമുള്ള രാഷ്ട്രീയമായിരിക്കണം. അല്ലാതെ ഈ പറഞ്ഞ പോലെ മതത്തിൻ്റെ പേരിൽ തല്ല് കൂടിയിട്ടുള്ളതൊന്നുമല്ല. നമ്മളിപ്പോൾ എതിർക്കപ്പെടുന്നത് എന്താണ്? ഏതെങ്കിലും ഒരു വ്യക്തി മതത്തിൻ്റെ പേരിൽ എന്തെങ്കിലും കാര്യം പറയുമ്പോഴാണ് നമ്മളതിനെ പോയി എതിർക്കുന്നത്. അല്ലാത്ത പക്ഷം മുസ്ലിങ്ങളെ എതിർക്കേണ്ട കാര്യം നമുക്കില്ല. അവരവരുടെ ജീവിതശൈലിയായിട്ട് മുന്നോട്ട് പോകുന്നവരാണ്. അവർ നമുക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്കെതിരെ എന്തെങ്കിലും സംസാരിക്കുമ്പോഴൊക്കെ എന്നെപ്പോലത്തെ ആൾക്കാരൊക്കെ ഇറങ്ങി സംസാരിക്കുന്നത്. അല്ലാത്ത പക്ഷം ഇവരോടൊന്നും നമുക്ക് യാതൊരു വിരോധമില്ല. ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സങ്കടം തോന്നുന്നുണ്ട്. ഇതൊക്കെ ശരിയായിട്ടുള്ള കാര്യങ്ങളല്ല. ഒന്ന് അംഗീകരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. എന്താണെന്നറിയില്ല, എൻ്റെ മനസ്സ് അങ്ങനെയാണ് തോന്നുന്നു. എനിക്ക് ശരിയല്ല, ഒരിക്കലും ശരിയല്ല. എന്താണ് മക്കളെ കഴിച്ചോ? തമ്മാടിത്തരാണ്, ഫുള്ള് തമ്മാടിത്തരം. ഒന്നും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. ബാ ശരിയെന്നാ.